ഗോഡവിടെ കളിച്ചു കേട്ടാ. ഗോള് കളിച്ച് എടുത്തിട്ട് കളിച്ചിട്ട് ഇവന്മാരെ ടിജിനെ അത്രേ മതി. അതല്ലല്ല ഇവന്മാര് ചോദിച്ചേട്ടായിരുന്നാ ഇറ്റാലിയായിട്ട് തോറ്റപ്പോ കുണ്ണക്ക് വാട്ടി സി സി കുണ്ണകള് ഇതാണ് ഇതാണ് തല്ലുകൊള്ളികളെ അടിക്കുന്ന, അതാണ് ഈസി. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമേ. ഈ ഫ്ലഫിയെ ഏതൊക്കെയോ കുണ്ണകൾ എന്നെ പറ്റി ചോദിച്ചായിരുന്നില്ല, ഇന്ത്യ കുണ്ണകളൊക്കെ നേരത്തെ ഇപ്പോഴത്തെ ഒരുമിച്ച് എടുത്ത്. സംഭവം ഇതല്ല. ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ എല്ലായിടത്തും ഇതായി സ്ഥിരമാണ് പരിപാടി. പോയാലും അടികൊള്ളും. അല്ല തോറ്റു കഴിഞ്ഞാൽ സമ്മതിക്കത്തുമില്ല. എന്നാ പിന്നെ എന്നിട്ടും കൂടാ നമ്മളൊക്കെ തോറ്റു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് പോകും. ഇത് തോറ്റാട്ടാണ് കൂടാ. അയ്യേ ഡിഫെൻഡ് ചെയ്തവരടിക്കാനൊക്കെയാണ്. അതല്ലായിരുന്നു കഴിഞ്ഞ വട്ടം നമ്മള് ഡിഫെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അയ്യേ ഡിഫെൻഡിങ് അല്ല, എന്നിട്ടാണ് കൊണയടിക്കണത്. ഇപ്പൊ അറ്റാക്കും ചെയ്ത് ഒന്ന് വീഡിയോ ആക്കിയിരുന്നേ അതിന്റെ പേര് ടർഫ് മേടിച്ചേനെ. വീഡിയോ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. അല്ല എന്നെ വീഡിയോ ചെയ്ത് അത് കണ്ടോ, അടുത്തുണ്ടെന്ന് നിർത്തിയിട്ട് ഇതികോട് ഞാൻ തുമ്പ് വെച്ചിടിച്ചങ്ങിട്ട്. അതങ്ങനെയാണല്ലോ ചരിത്രം. തുമ്പിക്കേ എടുത്തൊരു ആട്ട്. ഇല്ല അവിടെ എനിക്ക് 2 എണ്ണം കിട്ടണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് കാണപ്പോ കളിച്ചു കേട്ടോ മെയില്. പിക്കോ പിക്ക്. എടാ ഞാൻ അവിടെ ചുമ്മാ ബ്ലിങ് ബ്ലിങ് സൗണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മുരുകൻ വെച്ചങ്ങ് തുടങ്ങിക്കോ എല്ലാരും പിയോയിട് നോക്കട്ടെ. ഇല്ല എന്റെ വീക്കത്ത് അവൻ മറ്റേ ഫോൺ വിളിക്കാൻ പോയത് കൊമ്പാച്ച എന്നെ അടി കിട്ടുന്നെന്ന് പറയാൻ വേണ്ടി ഫോൺ വിളിക്കാൻ അവൻ അനങ്ങാ നിൽക്കുന്നു അവിടെ. അടുത്ത പ്ലാനത്തില് ഇനി കിട്ടാനായിട്ട് ആരുടെയൊന്നും കയ്യിലില്ല. ഇനി ആരുടെയൊന്നും കിട്ടാനായിട്ട് എല്ലാ ആരുടെയും കിട്ടിയില്ല. വലിയ പൈസന്മാരാണ് വരും. കേറുന്ന വരെയുള്ള പ്ലാന് പറഞ്ഞു കൊടുത്തു. അടുത്ത പ്ലാൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അടുത്ത പപ്പടം പപ്പു രണ്ടൊന്നുമല്ല അതിൽ കൂടെ അല്ലല്ല പോയാ എല്ലാരും കാണാവോ? ചെറിയ സൗണ്ട് വെക്കാം. എക്സ്പെക്ടഡ് ആയിരുന്നു. എക്സ്പെക്ടഡ് പുഷ് ആയിരുന്നു. വേണ്ട ഇപ്പൊ ഞാൻ അവിടെ പുഷ് ചെയ്യുന്നിടന്നിട്ട് കാണിച്ചു തരാം. പക്ഷേ ഇപ്പൊ എനിക്ക് രണ്ടെണ്ണം കിട്ടും. പപ്പ് കൊടുത്താ അവനവർക്ക്. ഇവിടെ ഇൻവിസിബിൾ ആവും. അവന്റെ പ്രോപ്പ് എല്ലാം താഴെ വീണിട്ടുണ്ടോ? റൈറ്റ് 2ാം മാച്ച് ഉണ്ട് കൂടെ കവർ ചെയ്യാം. മാച്ച് മൊണ്ണ അന്നത്തെ പരിപാടികളെ കീബൈൻ്റെ ഇപ്പതാ അവനില്ല അവനെ കിട്ടോ ലക്കി കൊമ്പന്റെ അണ്ടി അതവിടെ എല്ലാത്തിനും മയിലുകള് എല്ലാ സിറ്റുവേഷനിലും ലാസ്റ്റ് പയ്യവരാണ് റോൾ ചെയ്താണ്. അവസാനം ഒരു കറക്റ്റ് നോക്കിയാൽ അല്ല ഇവിടെ വലിയ റോൾ ചെയ്ത താഴെ എഴച്ചിട്ട് കൊടുത്തോടെ റോൾ അടിച്ചത്. അല്ലല്ലേ ഇവന്മാർക്ക് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചതാണ്. നാളെ വേണേ മാറ്റാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴാന്നുള്ള രീതി കളിച്ചാൽ മതിയെന്ന്.
ഇറ്റാലിയായിട്ട് തോറ്റപ്പോ കുടക്കാൻ വന്നേക്കുന്നു മൈരന്മാര്. അടുത്ത ബിയോയി എവിടെ? ഒരു ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. എടാ ടീമിൽ നിൽക്കുന്നവർ അടിക്കത്തില്ലടാ, എതിരെ നിൽക്കുന്നവര് ഇതിനെ അടിച്ചില്ലല്ലേ. അടിക്കാൻ സമയം കൊടുത്തില്ലല്ലോടാ. കോർഡിനേറ്റർ 6 വിക്കുണ്ടോ? 6 5 5 ബാക്കിയപ്പോ 4 വിക്കാർക്കൊക്കെ പപ്പടത്തിനാണ് 4. അപ്പൊ പപ്പടത്തിന് 3 ആയിരിക്കും. പപ്പടത്തിന് 3 ആണെന്ന് തോന്നുന്നു. പപ്പു 3 കാണാവോ? ഞാൻ 5. നമ്മളെ വണ്ടി ഇല്ല ഇവിടെ ഓത്ത് സരക്കണ്ട എന്റെ വണ്ടി. ഇതെന്തോടെ ഇങ്ങനെ വരും ഞാൻ അടിക്കണം ഓത്ത് ചെറുക്കണം നോക്കിയാ ഞാൻ പിന്നെ എന്റെ പയ്യനെ നോക്കോളെ. എടാ അങ്ങനെ അല്ലടാ സംഭവത്തിന് എന്റെ ഫീസ് വെച്ച് ഇവര് മൊത്തത്തിൽ റീസെറ്റ് ചെയ്തിട്ട് എന്റെ ഫ്ലീ 3 ഒന്നും ഇല്ലടാ. ഊബി നീ അങ്ങനെ പോയോണ്ടാണ് അവന്മാർ അവിടെ നിന്ന് കൊടുത്തു ഞാൻ ചെന്ന്. അതും കിട്ടിയേനെ നിനക്ക്, അതും വേണേ കിട്ടിയേനെ. കണ്ടില്ല, ഒന്നുകൂടി പ്ലേ ചെയ്തടാ. ഫ്ലെക്സി കൂടെ ഉണ്ടാടാ നോക്കി, ഫ്ലെക്സിനെ കണ്ടില്ല ഞാൻ നോക്കിയപ്പോ എന്റെ കൂടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സരക്കണ്ട നമ്മളൊരു വാർ അടിച്ചില്ല. മൂന്നെണ്ണം വന്നു മുതുഫ് 1 ലിറ്റർ നീ തിരിഞ്ഞെന്ന് അടിച്ചാൽ മറ്റവനെ കൊണ്ട് ഇങ്ക് കൊടുത്തിട്ടാ മേലെ കയറാൻ വേണ്ടി നോക്കിയതല്ലേ? മേളിൽ കയറാൻ നോക്കി അപ്പത്തേക്കാളും കുഴപ്പമില്ല. നൈസ്. അപ്പൊ മറ്റേ വിക്കും കാണില്ല കേട്ടോ. അവിടെ ഫസ്റ്റ് പോലെ കാണിക്കേ. 1v2 ഇവിടെ വെച്ചാണ് കേറുന്ന തൊട്ടടുത്ത അവരെ ചാടി. അയ്യോ എന്നെ ലെഫ്റ്റ് നിന്ന് അടി. എന്നാലും ചാടോടാൻ മരിയെന്ന് പറഞ്ഞ് ഞാൻ കേറി. ഞങ്ങൾ നോക്കുക ചാല് ഇവിടെ മോളെ കയറി ചാലിനെ അടിക്കാൻ നോക്കൂ. കൊടുത്ത് പയ്യനെ കൊടുത്ത് ഉച്ചോടാന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ കൺഫ്യൂഷൻ ആയി. വൈകി റിഫ്രഷ് ഓടിക്കോ ചന്തി അടി പറയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. നോക്കിയപ്പോ അവ ഓടി വരുന്ന കേട്ടാ. ഇവിടെ ഓടി വന്ന് ഊപ്പി ചാടിക്കോ. അടിച്ചു വിട്ടാടാ. ഇവിടെ പിന്നെയും കയറാൻ നിൽക്കുമ്പോ ഇവിടെ അടിച്ചു കൊറേ അവനൊക്കെ ഇറങ്ങി ഓടി. അവനൊന്നും വയ്യ. അതിവിടെ ആയിരുന്നാ? അവിടെ ഞാൻ അടിച്ചു വിട്ടതാ ഇവനെ. ഞാൻ ഫുൾ അടിച്ചു വിട്ടു. കില്ലെന്താ കയറാത്ത ഇവനടിയാൻ പറഞ്ഞു ഓടി. എന്നെ വണ്ടി നിന്നെ വിളിക്കോ പപ്പു കേറുന്ന. ഓക്കെ ശരി. സ്റ്റാലി ഒരു ഡിങ്ക് കൊടുക്കും ഇവിടെ വെച്ചെന്തിന്. ഞാൻ അതിലും കുത്തില്ലായിരുന്നു. 2 ഡിങ്ക് കൊടുത്ത വേണ്ട പാവല്ലേ. എനിക്കപ്പോ ഒരു ബുദ്ധി വന്നു, ഈ ബിൽഡിംഗ് കുത്താനുള്ള പരിപാടി. അപ്പൊ ലിഫ്റ്റുകളൊക്കെ ചാടി ഓടിപ്പോവാന്ന് പറഞ്ഞ ഓടി. ബാക്കിലൊരു ജാഥ. കോൺഫിഡൻസ് ഒക്കെ ഉണർന്ന് കോൺഫിഡൻസ്. ഇവിടെ വെച്ചൊരു സീനുണ്ട്. ഇത് സീൻ കണ്ടോടെ അത് പറഞ്ഞിട്ട് ഞാൻ പോവേ. അവിടെ ആള് മുരുകനെ വിട്ട് പോ. ഇത് പോവില്ല. വണ്ടി വരുന്ന 1 2 ഓടി.
മറ്റേ കിട്ടിയില്ലടാ. നാലില്ല മൂന്ന് ഞാനിത് നോക്കി ചേട്ടാ, ഞാൻ മേളീന്ന് പറയണം. എവിടെ മേലെന്ന് ഒരെണ്ണം താഴ്ന്ന് രണ്ടെണ്ണം വേറെ മൂന്നെണ്ണം ബാക്കി ഒരു കടിക്കുന്നുണ്ട്. ഫ്ലക്സി 5 എണ്ണം ഞാൻ. ഇവന്മാർക്ക് ഗോഡിന് 5 ഓ, ഇവിടെ അടുത്തൊരുത്തനെ കണ്ടു, അപ്പൊ തന്നെ ഗോഡിന് 5 വെക്കാം. ഓ ഗോഡിന് 5 ഗോഡിന് 5 ഗോഡിന് 5 മുരുകന് 1 പപ്പുവിന് 4 പപ്പുവിന് 3 അപ്പൊ കറക്റ്റ് അണ്ണാ ബാക്ക് ടു പ്രൈം ആയി ഞാൻ വീണ്ടും 0 കിൽ. മറ്റേ കില്ല് കാണിച്ചാണ് മറ്റേ 1v2 അടിച്ചത് കഴിഞ്ഞത് അത് നമ്മളെ പൊസിഷൻ അല്ലായിരുന്നു നിന്റെ പറഞ്ഞതൊക്കെ ഭൂമി പറഞ്ഞു ഇവിടത്തെ മുകളിലൊരു കുണ്ണ അത് അടിച്ചെടുത്തിട്ട് കാണിക്കാം. തന്നെ ആളെ എനിക്ക് പൊട്ടിയാണ്ടാ എന്തിന് മറ്റേനൊക്കെ വന്നിരുന്ന് കൊടുക്കണം അമ്മ സ്വന്തം കാര്യം നോക്കി പൊക്കൂടെ. അതുകൊണ്ടല്ലേ ഇങ്ങനെ അടി കൊണ്ട് തൂരി നടക്കുന്നത്. സ്റ്റീവിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഈ ടർഫ് ഞാൻ എടുത്തു തരും സ്റ്റീവിന് വേണ്ടി. അത്രേ ഉള്ളു. അതാ കൊമ്പാച്ചന്റെ തൊലി കെട്ടി അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി. അതാണ് എല്ലായിടത്തും കൊണക്കും, പക്ഷെ പോകുമ്പോ ലാസ്റ്റില് വേറെ വ്യൂന്നില്ലല്ലോ. കഴിഞ്ഞില്ലേ? ഭാഷ അഞ്ചെണ്ണം എടുത്തില്ല, എങ്ങനെ ശരിയാവും? ഭാഷ കാണിച്ചില്ലേ? കാണിച്ചില്ല. പിന്നെ പിക്ക് എങ്ങനെ വരും? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്കതറിയാം പുഴുക്കാരായിട്ടാണ്, വാറിലെ പുഴുക്കാരായിട്ടുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്കറിയാം. ഒരു സാരി ഇട്ടോട്ടെ, കിട്ടി. എല്ലാരും കേട്ടോടെ. സൗണ്ട് കൂടെ എനിക്കില്ല, ഒരു കേട്ടില്ല. ഇത് കണ്ടന്റ് ആക്കണം. അത് ശരി. അയ്യോ, ആനക്കുട്ടീനെ കടിച്ചിട്ട് ആരെക്കുട്ടി അതെന്തിന് ഇതാണ് അമ്മാരുടെ അവസ്ഥ. അടിച്ചു പോയി. ഇത്രയും പ്രശ്നമില്ലായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്ക്. വാറോടെ ജയിച്ചേനെ അത് ഒത്തിരി ചോദിച്ചെനിക്ക് അല്ലാതെ 15 ദിവസം ഉറപ്പായിരുന്നു. അത് ഈസി വിന്നായിരുന്നു അവർക്ക്. തൂന്ന് എന്തോ അവനെന്തോ ദാനം തന്നെ തൂന്ന് പറയുന്നത് അടിച്ചിട്ടല്ലേ പറഞ്ഞത്. കൊമ്പാൻ അടിച്ചോരെ ഗോഡ് ബോർഡ് ഇട്ടിട്ട് മറ്റുള്ളവരുണ്ട്. കൊമ്പാച്ച ഡെഡിക്കേറ്റഡ് ടു യു. എല്ലായിടത്തും കിട്ടി, സന്തോഷം. ഇനി പോയി കിടന്ന് എങ്ങനെ ഉറങ്ങും മൈലിനി ഫ്ലഫി? ഇനി രാത്രി കിടന്നുറങ്ങുമ്പോ പപ്പുവിന്റെ ഫായ് കേട്ടാ കിടന്നുറങ്ങുന്ന ഉറക്കം വരുമ്പോ അഡ്മിൻ ബിയോ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ അങ്ങനെയാണ് തോൽവി. ലൈവില് കാണിക്കണം അണ്ണാ. ഓ കാണിച്ചോ? സ്ക്രീൻ ഷെയർ. കൊമ്പന്റെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തൊലിയുടെ ഉറക്കം പോയല്ലോ. എനിക്കൊരു കാര്യം കുത്രാന്നൊക്കെ ചത്ത് പറഞ്ഞില്ലേ, ഒരെണ്ണം പോയാ നമ്മൾ അതിന്റെ തിരിച്ചെടുത്തിരിക്കും. എല്ലാ ടീമിലും ഗോഡ് എടുത്തത്. ശരിയായ കളി. ഗോഡ് മറ്റേ ഇമോർട്ടലി ബോട്ട് ലോബിന്ന് ഗോഡിന് കഴിഞ്ഞ ദിനത്ത് മറ്റേ ഇതിനെ പ്ലക്കിയല്ല അതിന്. ഞാൻ AFK ആയിട്ട് എനിക്ക് കിട്ടിയില്ല കഴിഞ്ഞ. പക്ഷെ എന്നിട്ട് പോയി ഹെഡ്സെറ്റ് ഇല്ലാണ്ടൊക്കെ വന്നിട്ടോ ഒരു പിക്ക് എടുത്തിട്ടൊക്കെ എഴഞ്ഞു നിന്നൊക്കെ ഒരു പിക്ക് എടുത്തിട്ട് തിരിച്ചു പോയി പ്രാർത്ഥിക്കാൻ.